ില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ് DCC അധ്യക്ഷന്റെ ചുമതല. അത് ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പൊ വൈസ് പ്രസിഡന്റിനെ രാജിവെക്കാൻ അവർ തയ്യാറാണ്. കാരണം കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വീഴ്ചയൊരാളെ രാജിവെക്കാനല്ല അവർ കഴിയൂ. അത്തരൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ? അത് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നതും പാർട്ടി ആവശ്യപ്പെടുന്നതും. തെറ്റൊക്കെ മനുഷ്യ സഹജമാണ്. തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് അതിപ്രധാനം. ആ രീതിയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയല്ലേ. ഈ വടക്കാഞ്ചേരിയിലെ ഗുരുതരമായ ചില ആക്ഷേപങ്ങളാണ് പ്രാദേശിക തലത്തിൽ നിന്ന് ഉന്നയിച്ചത്. പ്രത്യേകിച്ചും അതിലൊരു ഉന്നത ഗൂഢാലോചന ഉണ്ടെന്നാണ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. അതിന് ജാഫറിന്റെ ഫോൺ രേഖകൾ സമ്പൂർണ്ണമായി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത്തരത്തിലേക്ക് അന്വേഷണം പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഏതൊക്കെ ഉന്നത നേതാക്കളെയാണ് നിങ്ങൾ സംശയിക്കുന്നത്? ഇതിലെ വിജിലൻസ് എൻക്വയറി അട്ടിമറിക്കാനാണ് നീക്കം എന്നുള്ളത് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുകയാണ്. കാരണം ഇരുചെവി അറിയാതെ ഒരു പെറ്റീഷൻ കൊടുത്ത അപ്പം തന്നെ വിജിലൻസ് എൻക്വയറി ആരംഭിക്കുകയാണ്. ഇന്നേ വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് തന്നെ സംശയാസ്പദമായ ഒരു കാര്യമാണ്. ഇവിടെ ഈ ജാഫറിന്റെ ഇത് പിന്നെ വോയിസ് അദ്ദേഹം അതല്ല എന്ന് പറയുമ്പോൾ, ഇപ്പുറത്ത് CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവുമായിട്ടുള്ള ജാഫറിന്റെ ഓഡിയോനെ കുറിച്ച് എന്താ പറയാത്തെ? അത് ജാഫറിന് നിഷേധിച്ചിട്ടുണ്ടോ? ബാബു നിഷേധിച്ചിട്ടുണ്ടോ? CPM നേതാക്കന്മാരെ നിഷേധിച്ചിട്ടുണ്ടോ? അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത്? ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തെറ്റുപറ്റിയാൽ പറ്റിയെന്ന്, ഞങ്ങളുടെ അംഗങ്ങൾക്ക് പറ്റിയെന്ന് പറയുകയും അതിന് തക്കതായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. ഇതിവിടെ അങ്ങനെ ഉണ്ടായോ? മറ്റത്തൂരിൽ ഒരു മെമ്പറെ ചാക്കിട്ട് പിടിക്കുന്നു. വല്ലച്ചിറയിൽ BJPയുടെ വോട്ട് അസാധുവാകുന്നു. അവിടെ ആ സ്ഥാനം കിട്ടിയ പ്രസിഡന്റ് സ്ഥാനം രമാപ്രകാശിനെ രാജിവെപ്പിച്ചില്ല. ഇവിടെ ലീഗ് സ്വതന്ത്രൻ അവിടെ മാറ്റി വോട്ട് ചെയ്യുന്നു. ഇത്തരം ഒരു സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ട് CPM നടപടിയെടുക്കുന്നില്ല? അപ്പൊ അതുകൊണ്ട് പൊതുജന മധ്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നടന്നത് എന്ന് സ്പഷ്ടമാണ്. അതിനെ നിഷേധിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയല്ലേ CPM ഏരിയ കമ്മിറ്റി അംഗം ബാബു, അദ്ദേഹത്തിന്റെ വോയിസ് നിഷേധിക്കട്ടെ. ഇനി ജാഫർ അദ്ദേഹത്തിന്റെ വോയിസ് നിഷേധിക്കുമ്പോ നിയമപരമായി അല്ല, ഇത് ഇങ്ങനെ പറയുമ്പോ ഇത് ശാസ്ത്രീയമായി പരിശോധിക്കാനുള്ള എല്ലാ മാർഗങ്ങളും കൂടിയുണ്ട്. ഇതൊന്നും അവലംബിക്കാതെ കണ്ട് ഒരു കോടതിയുടെ പരിധിയിൽ അന്വേഷണം നടക്കട്ടെ, എല്ലാതും പുറത്തു വരും, ഒരു കേസ് രജിസ്റ്റർ ചെയ്യട്ടെ. ഇതൊന്നല്ല, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇതൊന്നുമില്ല എന്ന് നാളെ പ്രഖ്യാപിക്കുകയും പൊടി തട്ടിപ്പോകുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ടാണ് ആദ്യമേ പ്രതികരിച്ചത്? നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. CPMന്റെ ചരിത്രത്തിലുണ്ടോ താഴെ നടന്ന ഒരു കാര്യത്തിൽ ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പ്രതികരിക്കാതെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പ്രതികരിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഡിക്കേഷനാണ്. അദ്ദേഹം കൊടുക്കാണ്, ഇന്നെ പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി. അത് പൊതുജനത്തോട് വിളിച്ചു പറയുമ്പോൾ അതേ രീതിയിൽ ആ സെയിം സെന്റൻസ് ആണ് അബ്ദുൾ ഖാദർ പറയണത്, ചാക്കിട്ട് പിടിച്ചിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതൊരു വെൽ പ്ലാൻഡ് ഗെയിമാണ്. ആ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് KV നഫീസ അവിടെ വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി വന്നത്. അവരായിരുന്നു കഴിഞ്ഞ ടൈം ഇരുന്നത്. 10 വർഷം അവർ അധികാരത്തിലാണ്. CPM നേതാക്കൾ അധികാര കസേരയുടെ പിന്നാലെ പായുകയാണ്. ഈ മറ്റത്തൂരില് വൈസ് പ്രസിഡന്റ് സ്ഥാനം മാത്രം രാജിവെച്ചാൽ മതിയോ? അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലപാട് എന്താണ്? വർഗീയ പാർട്ടികളുമായി യാതൊരു നിലയ്ക്കും കൂട്ടുചേരാൻ പാടില്ല. ആ നിലപാടിൽ തന്നെയാണ് പാർട്ടി അന്നും ഇന്നും. ഞാനൊരു കാര്യം, നിങ്ങൾ പറയുന്നത് മുഴുവൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. എനിക്കങ്ങനെ ഒരു ഇൻഫർമേഷനോ KPCCയുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അല്ലാതെ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുമോ? ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണ്, പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞല്ലോ. വർഗീയ പാർട്ടിയുമായി കൂട്ടുകൂടിയ എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെക്കേണ്ടതാണെന്ന് KPCCയുടെ സർക്കുലറാണ്. ഞാനത് പറഞ്ഞത്, ഞാനത് പ്രവർത്തിച്ചു. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വോട്ട് ചെയ്തത് ആരാണ്? പിന്താങ്ങിയതും കോൺഗ്രസ് അല്ലേ? അപ്പൊ അവിടെ തെറ്റുപറ്റിയത് ആർക്കാ? അംഗങ്ങൾക്കാണ്.
അത് റെക്ടിഫൈ ചെയ്യണം, ജനങ്ങളോട് വിളിച്ചു പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, പാർട്ടിയോട് ഏറ്റു പറയണം. എന്നാലല്ലേ, അതല്ലേ ഒരു പാർട്ടി സംവിധാനം. അല്ല, പാർട്ടി തീരുമാനം എന്തായാലും അംഗീകരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് സ്വാഭാവികമല്ലേ. പാർട്ടിയിൽ നിങ്ങൾ ഇവിടെ ഉള്ള ഹാളിൽ വന്നാൽ അവിടെ ഒരു ക്യാപ്ഷൻ കാണാം, കൂടണയാം കോൺഗ്രസിലേക്ക്. തെറ്റ് തിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും. പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആരെയും പാർട്ടി സ്വീകരിക്കും. അതാണ് പാർട്ടി ലൈൻ. അതുകൊണ്ടാണ് കൂടണയാം കോൺഗ്രസ്. വടക്കാഞ്ചേരിയിലെ നിയമ നടപടി, വിജിലൻസിന്റെ കാര്യത്തിൽ നീതി ലഭിച്ചില്ലെങ്കിൽ തുടർ നടപടികൾ എന്തായിരിക്കും? തീർച്ചയായിട്ടും തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് കേസ് രജിസ്റ്റർ ചെയ്യിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തായാലും പാർട്ടി സ്വീകരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഇത് രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയും ജനാധിപത്യത്തിന് വിരുദ്ധമായ ഒരു നടപടിയാണ് അവിടെ ഉണ്ടായത്. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ലീഗ് സ്വതന്ത്രൻ വോട്ട് ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട്. 50 ലക്ഷത്തിന്റെ വോയിസ് വന്നിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞങ്ങൾ നേരിടാമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? പ്രഥമദൃഷ്ട്യാ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളല്ലേ പരിഗണിക്കുക. അപ്പം അതുകൊണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ ഇതിന് തക്കതായ വലിയ തെളിവുകൾ ഉണ്ട്, അത് പുറത്തു വരും.